ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ആർപ്പൂക്കര എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസനെ കാണുവാനായിട്ട് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായി താൻ സുവിശേഷ വേലയിലായിരിക്കുന്നു. തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളും താൻ അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനും തൻ്റെ ജീവിത അനുഭവം പങ്കുവെക്കുവാനുമായിട്ടാണ് ഇപ്പോഴിവിടെ ആയിരിക്കുന്നത്. ഈ പാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സഭയുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരികയാണെങ്കിൽ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്റ്ററാണ്. മെഡിക്കൽ കോളേജോട് ചേർന്നാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്റ്ററെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഗോസ്പൽ ഫോർ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സ്വയം പാസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാബു ജോസഫ്. എൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിൽ വാഴൂരിനടുത്ത് കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ 7 വയസ്സിനുള്ളതാണ് എൻ്റെ സഹോദരി. ആ സഹോദരിയുടെ 7 വയസ്സിനുള്ള ആണ് അനിയൻ. അപ്പം എനിക്കേണ്ട 20 വയസ്സുള്ളപ്പം എൻ്റെ സഹോദരിക്കൊരു അപകടമുണ്ടായി. അല്ല പാസ്റ്റർ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ, മക്കൾ? വീട്ടിലിവിടെ ഭാര്യയും 3 പെൺകുഞ്ഞുങ്ങളാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തയാൾ BSc കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ് പഠിച്ച് എറണാകുളത്ത് പഠിച്ച് അവളിപ്പം ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ മന്ദിരം ആശുപത്രിയിൽ 3 വർഷത്തെ ഈ ജനറൽ നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞിപ്പോൾ അവിടെ ബോണ്ട് ചെയ്യുക, 3 മാസം ബോണ്ട് ചെയ്യുക. ഇളയ ആൾ +2 പാസ്സായി കോട്ടയത്ത് പാലായി കൊല്ലപ്പള്ളിയിൽ അവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഭാഷ പഠിക്കുക. ഓക്കെ. അപ്പോൾ പാസ്റ്റർ എത്ര വർഷമായി ഈ സുവിശേഷ വേലയിൽ വന്നിട്ട്? 37 വർഷമായി. 37 വർഷമായി. സ്വന്തമായിട്ട് വീടുണ്ടോ? സ്വന്തമായിട്ട് വീടില്ല. അപ്പം 37 വർഷമായി സുവിശേഷ വേല ചെയ്യുന്ന പാസ്റ്റർ, അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടില്ല. ഇപ്പോഴും വാടകയ്ക്കാണ് താമസം. വാടക വീടാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് അവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരം 2 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വാടക വീട്ടിലാണ് പാസ്റ്റർ താമസിക്കുന്നത്. പാസ്റ്ററുടെ സഭ എവിടെയാണ്? മെഡിക്കൽ കോളേജിൻ്റെ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടെ റൂം വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് ഒരു സഭ എന്ന് പറയുന്നത്. അപ്പം ഈ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്ന നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഞായറാഴ്ച ദിവസങ്ങൾ ആരാധന കൂടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം 37 വർഷം സുവിശേഷ വേല ചെയ്ത ഈ പാസ്റ്റർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പാസ്റ്റർ സുവിശേഷ വേല ചെയ്തത്? ഞാൻ ഈ വാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നെടുമാവെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് ഒരു സഭാ ശുശ്രൂഷ ആരംഭിച്ചത്. അതിനുശേഷം ഞാൻ പോയത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് ഒരു 13 കിലോമീറ്റർ ഇപ്പുറം കോഴിമല എന്ന് പറഞ്ഞ ആദിവാസി മേഖലയുണ്ട്. ആദിവാസികളുടെ ഇടയിൽ ഒരു 4 വർഷം പ്രവർത്തിച്ച് അവിടുന്ന് പിന്നെ മടങ്ങി വന്ന് പാമ്പാടിയിലായിരുന്നു. അവിടുന്ന് ളാക്കാട്ടൂർ, പിന്നെ ശബരിമലയ്ക്കടുത്ത് മൂലക്കയം, അങ്ങനെ പല സ്ഥലങ്ങളിൽ. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജ്. ജനിച്ച് വളർന്നത് സഭാ പശ്ചാത്തലത്തിലാണ്. ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ട്. പിന്നീട് CSI എപ്പോഴാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് പോകുന്നത് എന്നാണ്? പാസ്റ്റർക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ്? ഈ ഒരു 22 വയസ്സുള്ളപ്പോൾ. 22 വയസ്സുള്ളപ്പോൾ. അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നോ? അതാണ് എൻ്റെ സഹോദരിക്കൊരു ആക്സിഡൻ്റ് ഉണ്ട്. ഞങ്ങളൊരു ചെറിയ ഓല കെട്ടിയ അനവായം വീടായിരുന്നു. എൻ്റെ സഹോദരി സ്കൂളിൽ നിന്ന് വന്ന ഓടി വന്ന് വീണു. അങ്ങനെ വീണ് വലതുകണ്ണിനകത്തോട്ട് ഒരു പഴയ അലക് കൊണ്ടു കയറി. അത് നമ്മുടെ കോട്ടയം യെരുശലേം മാർത്തോമാ പള്ളിയുടെ താഴെയുള്ള ശൈലകുമാരി ഡോക്ടറാണ് അന്ന് ചികിത്സിച്ചത്. മെഡിക്കൽ കോളേജിലെ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, മെയിൻ ഡോക്ടറാണ്. ആ കണ്ണിന് കാഴ്ച കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 ദൈവദാസന്മാർ ഞങ്ങളോട് വന്ന് സുവിശേഷം പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി വിടുതൽ തന്നു. അപ്പോൾ ഞാൻ ഗാന്ധി യൂണിവേഴ്സിറ്റി സ്കാവഞ്ചർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. തിരുവനന്തപുരം കൊടപ്പനക്കുന്നയിൽ ദൂരദർശനിലൊരു ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. ട്രാൻസ്പോർട്ട്
റിസർവ് കണ്ടക്ടർ ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ സഹോദരിക്ക് സൗഖ്യം കിട്ടിയാൽ എൻ്റെ ജീവിതാവസാനം മുതൽ മുഴുവൻ ഞാൻ ഈ പുസ്തകം ചുമന്നോളാമെന്ന് തീരുമാനമെടുത്തു. എടുത്തു. അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക്. പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർക്ക് നല്ല ജോലി ചെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് താനൊരു സുവിശേഷകനായി മാറാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അത് പാസ്റ്റർ എങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ വീട്ടിൽ നിന്ന് വല്ല എതിർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായോ? വീട്ടിൽ എതിർപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ വീട്ടിൽ മാതാപിതാക്കളും ഈ വിശ്വാസത്തിലേക്ക്, അമ്മ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവരും വിശ്വാസത്തിലേക്ക് വന്നു. അതെ. അപ്പോൾ 22ാമത്തെ വയസ്സിൽ പാസ്റ്റർക്ക് 22. അതിനുശേഷം പാസ്റ്റർ പിന്നെ എന്ത് ചെയ്തു? ബൈബിൾ കോളേജിൽ പോയോ? ഇല്ല, ബൈബിൾ കോളേജിൽ പോകാനൊത്തില്ല. ഞാൻ ഇതുവരെയും ബൈബിൾ കോളേജിൽ പോയിട്ടില്ല? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ബൈബിൾ കോളേജിൽ പോകാതെ 37 വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ ആരംഭ കാലഘട്ടങ്ങളിൽ ആദ്യം പാസ്റ്റർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എവിടെയായിരുന്നു അന്ന് അനുഭവിച്ച കഷ്ടതകൾ, പ്രയാസങ്ങൾ? അന്ന് പട്ടിണി കിടന്നിട്ടുണ്ടോ? പല പ്രാവശ്യം പട്ടിണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിവരിച്ചേ. ഈ ആളുകൾക്കൊക്കെ ഒന്ന്, ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷകർക്കൊന്നും വലിയ കഷ്ടതയൊന്നുമില്ല. പുതിയ ന്യൂ ജൻ സുവിശേഷകന്മാർക്കൊന്നും വലിയ കഷ്ടതയൊന്നുമില്ല. വാഴൂർ 14 മൈലിനടുത്ത് നെടുമാവെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കോളനിയാണ്. അപ്പോൾ ആ കോളനിയിലാണ് ഞങ്ങൾ പ്രവർത്തനത്തിന് ഞാനും വൈഫും കൂടെ ഇപ്പോൾ ഒരു ചെറിയൊരു കോളനി വീടിൻ്റെ മുറിയിലാണ്, ഒരു വീട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ച് അവിടെ കുറേ ആൾക്കാരായി. ഒരു 3-4 വർഷം കൊണ്ട് അവിടെ സഭയൊക്കെ ഉണ്ടായി. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സംഭവങ്ങൾ. ഒരിക്കലും ഞങ്ങൾ ഈ വണ്ടിക്കൂലിയൊന്നും കാണുകയില്ല. ഞങ്ങൾ നടന്നാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ കാണും ഈ നെടുമാവി വരണേ. പലപ്പോഴും നടന്ന് അവിടെ ചെല്ലുമ്പോൾ വിശക്കും നല്ലപോലെ. അപ്പോൾ ആഹാരം കാണുകയില്ല, കൈ പൈസയില്ല. അപ്പോൾ അവിടെ കണ്ടത്തിപ്പറമ്പിൽ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീടുണ്ട്. അവർ റബ്ബർ വെട്ടുകാരാണ്. അപ്പോൾ അവർ രാവിലെ ചോറ് വെച്ച് ഇങ്ങനെ അവിടെ വെളിയിൽ വെച്ചേക്കും, ഇങ്ങനെ തടയിട്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെന്ന് ചോറ് വിളമ്പി കഴിച്ചോണമെന്ന് പറയും. ചിലപ്പോൾ മുളക് പൊട്ടിച്ചോ എന്ന് കഴിക്കും. ഒരിക്കൽ ഞാനിങ്ങനെ വിശന്ന് ചെല്ലുമ്പം ഈ ചോറ് പട്ടി വന്ന് തട്ടിയിട്ടിട്ട് ഇങ്ങനെ പട്ടി കഴിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ വിശപ്പ് കൊണ്ട് വൈഫിൻ്റെ പേര് വത്സമ്മ എന്നാണ്. വത്സമ്മ പുറകെ വരുന്നുള്ളൂ. ഞാൻ പട്ടി ഓടിച്ചിട്ട് ഈ പട്ടി ആ നക്കിയിടം തവി കൊണ്ട് കൊരി മാറ്റിയിട്ട് ഞാനെടുത്താൻ കഴിച്ചു. വത്സമ്മ പിന്നീട് ഞാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഇന്നുവരെ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഒരിക്കൽ ഞങ്ങളിങ്ങനെ അവിടെ ഒരു റബ്ബർ തോട്ടത്തിനകത്ത് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം ഒരാഴ്ച മുഴുവൻ ഞങ്ങൾക്കൊന്നുമില്ല. ആദ്യ ദിവസമൊക്കെ പൊടിയേരിയൊക്കെ കഞ്ഞി കഴിച്ച് വത്സമ്മ കഴിക്കും. ഞാൻ രാവിലെ വീടുകളിൽ ഈ ട്രാക്ടർ കൊണ്ടുപോകും. അപ്പോൾ എല്ലാം കടുങ്കാപ്പി കിട്ടും എല്ലായിടത്തു നിന്നും. അപ്പോൾ കടുങ്കാപ്പി കിട്ടും. വൈകിട്ട് വരുമ്പോഴത്തേന് വയറ് ഒരു പരുവാകും. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ പോകും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച്, കർത്താവ് ഇതിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനൊരു അവസ്ഥയാണല്ലോ, എന്തിനാലും ഞങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാലും പുറകോട്ട് പോവുകയില്ല. അങ്ങനെ ഇപ്പം 14 മൈലിൽ അവിടെ ഒരു ഷാപ്പിനകത്ത് കള്ളു കുടിച്ചുകൊണ്ടിരുന്ന സജൻ, കയ്യാലപ്പറമ്പിൽ സജൻ എന്ന് പറഞ്ഞ ഒരു മേസ്തിരി ഈ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് എന്തോ ആര് ഇടപെട്ടു, പാസ്റ്ററുടെ വീട്ടിൽ ചെല്ലണമെന്ന്. തൊട്ടടുത്ത് അത്തിത്തറ ബാലൻ എന്ന് പറഞ്ഞ ഒരാളുടെ CPIയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചായക്കട ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അപ്പൻ നടന്ന്. അവിടുന്ന് കുറേ പലഹാരമൊക്കെ മേടിച്ച് മഴ നനഞ്ഞ് ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വലിയ പൈശാചിക ബാധയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞത്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആ റബ്ബർ തോട്ടത്തിനൊന്നും ആരും വരികയില്ല, യക്ഷി കുളിക്കുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി ഞങ്ങളുടെ കഥകെ വന്ന് ഇങ്ങനെ ഒരാൾ വന്ന് മുട്ടി. അപ്പോൾ സത്യത്തിൽ വിശ്വാസിയാന്ന് പറഞ്ഞാലും ഒരു മനസ്സിലൊരു ആദ്യം ഒരു ഭയം ഉണ്ടായി. അങ്ങനെ ഭയപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ കഥവിട്ട് തൊഴിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ ഒന്ന്. ഞാൻ ജനലിക്കട നോക്കിയപ്പോൾ ഈ സജൻ ഇങ്ങനെ പലകാരം ഇങ്ങനെ മേടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ കഥവ് തുറന്ന് പുള്ളി ഇങ്ങനെ പേപ്പറിനകത്ത് പോന്നില്ല, അന്ന് പ്ലാസ്റ്റിക് കൂടൊന്നുമില്ല. അപ്പോൾ അത് മൊത്തം വീടിനകത്ത് വീണു. ബോണ്ടായും പരിപ്പുവടിയും സുഖിയനും പിന്നെ അങ്കുവഴമൊക്കെ അത് ഞങ്ങൾ എടുത്ത് കഴിയുവാനിടയായി തീർന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ. പിന്നെ ഹൈ റേഞ്ചിൽ ആദിവാസികളുടെ മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആഹാരമുണ്ട്, പൈസയില്ല. 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം മുഴുവൻ പല ഇടത്തും ചിലപ്പോൾ വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കൈമണി തരും. അപ്പം 10 രൂപയ്ക്ക് വേണ്ടി ഒരു ദിവസം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെ നടന്നിട്ട്, അതായത് കോഴിമല, മുരിക്കാട്ടുകുടി, സ്വരാജ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ കറങ്ങിയിട്ട് 10 രൂപ കിട്ടിയില്ല. ഞാൻ തിരിച്ച് നിരാശനായി നടന്ന് ഒരു 5-10 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് തിരിച്ച് കയറി വരുമ്പം എന്നെ നോക്കി 3000 രൂപ ആയിട്ട് ഒരാൾ നിൽക്കുക എന്നെ കാണാൻ വേണ്ടി.
അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഈ വടവീടാണ് ഇവിടെ കിടക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചു തന്ന, ഞാൻ മേടിച്ചു തന്നതല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എല്ലാ ദിവസവും രാവിലെ 5:20 മുതൽ ഒരു 6:15 വരെ നിന്ന് സുവിശേഷം പറയും. എല്ലാ ദിവസവും പറയും. അതൊരു വലിയ പ്രത്യേകതയാണ്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 5:30 അല്ലേ 5:20 മുതൽ 6:15 വരെ ഏതാണ്ട് 1 മണിക്കൂറോളം അവിടെ നിന്ന് എല്ലാ ദിവസവും സുവിശേഷം പ്രസംഗിക്കും. അത് കേൾക്കാനൊക്കെ ആളുകളുണ്ടോ അവിടെ? ഉണ്ട്. കേൾക്കാൻ വന്ന ഒരാളാണ് ടോമിച്ചൻ എന്ന് പറഞ്ഞ, അതായത് അദ്ദേഹം അമലഗിരിയുള്ള കൈനഗിരിക്കാരനാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. പുള്ളി ഉപയോഗിച്ചിരുന്ന സൈലോ വണ്ടി എനിക്ക് ഒരു കുറഞ്ഞ വിലയ്ക്ക് സഹായ വിലയ്ക്ക് പരസ്യമൊക്കെ നടത്താനായിട്ട്, ഇപ്പം വിശ്വാസത്തിലാണ്, ജോസാനത്താരത്തിൻ്റെ സഭയിലാണ് പോകുന്നത്, എങ്കിലും ആ പുള്ളിക്കാരൻ ആ വണ്ടി തന്നു. അതാണ് ഇപ്പം ഞങ്ങൾ ഈ സുവിശേഷ പ്രവർത്തനത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കും. അതൊക്കെ ഒരു വലിയ ഒരു അനുഭവമാണ്, വലിയൊരു ഒരു സാക്ഷ്യമാണ്. പാസ്റ്റർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു സംഭവമാണ്. പിന്നീട് എന്താണ് പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തിയ ചില വഴികൾ എന്ന് പറയാൻ പറ്റിയ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഞാനൊരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് മണർകാട് കവലയിൽ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ചങ്കിന് വേദനയുണ്ടായി. പെട്ടെന്ന് വിയർത്തു. അപ്പോൾ എനിക്ക് ഷുഗറുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ ഷുഗർ താന്നൊരു തട്ടുകടയിൽ കയറി ഒരു ഗ്ലാസ് കടുകാപ്പി മധുരം വിട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കണ്ണിൽ കാഴ്ച മങ്ങി. എൻ്റെ കൂടെ മറ്റൊരു രാജു വള്ളിമല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബൈക്ക് ഓടിച്ച് ജില്ലാശുപത്രി വന്നു. ജില്ലാശുപത്രി വന്നപ്പോൾ എൻ്റെ ശരീരം ഒന്ന് കുഴഞ്ഞു പോകുന്നു, തളരുന്നെങ്കിൽ ഞാൻ ഓടിച്ചു വന്നു. അവർ പെട്ടെന്ന് നോക്കിയിട്ട് ഈ സോർബിട്രേറ്റിൻ്റെ ഗുളിക നാക്കിനിടയിൽ ഇടാൻ തന്നു. എന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ മെഡിക്കൽ കോളേജ് ചെല്ലണമെന്ന് പറഞ്ഞു. ബൈക്കേലോ ഓട്ടോറിക്ഷയിലോ പോകരുത്, ആംബുലൻസിലോ കാറിലോ പോകണം. ഞങ്ങളുടെ ഈ പൈസയില്ല. ഉടനെ ഈ കൂട്ടുകാരൻ ബൈക്ക് ഓടിച്ച് ഞാൻ പുറകിലിരുന്നു. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് കൈ കുഴഞ്ഞു പോയി. കുടമാളൂർ പള്ളിയുടെ ആ ഭാഗത്ത് വന്നപ്പോഴത്തേന് എൻ്റെ കണ്ണ് മങ്ങി, കൈ കുഴഞ്ഞ് ഞാൻ ഈ പാസ്റ്ററെ കെട്ടിപ്പിടിച്ചു. അപ്പം പാസ്റ്ററുടെ മനസ്സിൽ വന്ന ചിന്ത, അദ്ദേഹം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ താഴെ വീണ് മരിച്ചു പോയാൽ കൊലപാതകം അല്ലെങ്കിൽ അപകടമാണെന്ന് പറയുമല്ലോ. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. കാർ പോർച്ചിൽ വരുന്നവരെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു മൈനർ അറ്റാക്ക് ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഇപ്പം ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. ജയകുമാർ ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഈ ഒരു കണ്ടവാനം കറുത്ത് കരുവാളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് 2 പ്രാവശ്യമായിട്ട് ഈ വൊമിറ്റിങ് വന്നു. വൊമിറ്റ് വന്നിട്ട് ഇക്കൾ പോലെങ്കിൽ വരും. അത് 16 ദിവസം വരെയൊക്കെ ഇക്കൾ നിന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ആദ്യം പാസ്റ്റർ സുവിശേഷ വേല ഇത് എവിടെയാണ്? ഇങ്ങനെ വിശ്വാസി വന്നു കഴിഞ്ഞ് നെടുമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനുശേഷം പിന്നീട് കട്ടപ്പന ഈ നമ്മുടെ കോഴിമല എന്ന ആദിവാസി മേഖലയിലാണ്. അപ്പോൾ പാസ്റ്ററുടെ സുവിശേഷ പ്രവർത്തനം എങ്ങനെയാണ്? പാസ്റ്ററുടെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയാണ്? രാവിലെ പാസ്റ്റർ എല്ലാ ദിവസവും തന്നെ സുവിശേഷ പ്രവർത്തനം കഴിവതും എല്ലാ ദിവസവും പോകും. വീട് വീടാന്തരം പോകും. ട്രാക്ട് കൊടുക്കും. പിന്നെ സുവിശേഷം പറയാൻ അനുവദിക്കുന്നതാണെങ്കിൽ നിർബന്ധിച്ചൊന്നും ആരോടും പറയല്ല. അവരനുവദിക്കുകയാണെങ്കിൽ അവരോട് സുവിശേഷം പറയും. ഈ സുവിശേഷ വേല അല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? കുറച്ച് നാളൊക്കെ വണ്ടി ഓടിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ റബ്ബർ വെട്ടി. അപ്പം റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് എനിക്ക് തോന്നി റബ്ബർ വെട്ടി ഷീറ്റ് അടിച്ച് വരുമ്പോഴത്തേനും ഒരു നേരമാവും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്നാൽ പിള്ളേരില്ലേ ഞങ്ങൾ ഉള്ള വരുമാനം കൊണ്ട് കർത്താവിൻ്റെ വേല അങ്ങ് ചെയ്യുകയായിരുന്നു. അപ്പം ആദ്യകാലത്തൊക്കെ ഒത്തിരി കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മത്തായി കുഞ്ഞ് ഉപദേശിയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ച ആളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വസ്ത്രം പോലും ധരിക്കാനില്ലാത്തൊരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായതാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവം പാസ്റ്ററുടെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 25 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് മേടിച്ചിട്ടില്ല. ഇതൊക്കെ ഓരോരുത്തർ തരുന്നതാണ്. ഞാനിടുന്ന ഇപ്പോൾ ഒരു 14 വർഷമായിട്ട് 18 വർഷമായിട്ട് കൊല്ലാട് കളത്തിക്കടവിനടുത്ത് തെക്കേടത്ത് സാബൂച്ചി തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാൻറ്റാണ് ഞാൻ ഇട്ടുകൊണ്ട് ഇടുന്നത്. കാരണം അദ്ദേഹം ഒന്ന് പഴകുമ്പോൾ എനിക്ക് തരും. അതുകൊണ്ട് ഞാൻ പാൻറ്റ് എടുത്തിട്ടില്ല. അങ്ങനെ അതൊരു വലിയ സംഭവമാണ്. ഈ എൻ്റെയൊക്കെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള ഒരു സംഭവം, മൂത്ത ആൾക്ക് ഒരു ഡ്രസ്സ് മേടിച്ചാൽ
ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ മൂത്തയാൾക്ക് ഒരു ഡ്രസ്സ് മേടിച്ചാൽ, അല്ലെങ്കിൽ മൂത്തയാൾക്ക് ഒരു പുസ്തകം മേടിച്ചാൽ അത് പഠിച്ചതിന് ശേഷം അടുത്തയാൾക്ക് കൊടുക്കും, അത് അടുത്തയാൾക്ക് കൊടുക്കും. അങ്ങനെ 4 പേരും ഒരേ പുസ്തകത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം വേറെ മേടിക്കാൻ പൈസയില്ല. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ ഞങ്ങളുടെ ഹൈ റേഞ്ചിലൊക്കെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചക്കായും മാങ്ങയും ഒക്കെ അവിടെ ഈ ഹൈ റേഞ്ചുകാരെയൊക്കെ പിടിച്ചു നിർത്തിയ ഒരു സാധനമാണ് ഈ കപ്പയും, കട്ടൻ കപ്പയും ചക്കയും, വാട്ടുകപ്പ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയ ഒരു വലിയ സംഭവം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പാസ്റ്ററുടെ ഒരു പ്രവർത്തന രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴെങ്ങനെ പോകുന്നു പാസ്റ്ററുടെ പ്രവർത്തനം, സുവിശേഷ പ്രവർത്തനം? ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഈ ഫെയ്ത്ത് ബൈബിൾ ചർച്ച് എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ട്. അവിടെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ് മീറ്റിംഗ് ഉള്ളത്. കാരണം കടകളൊക്കെ അടുത്തൊക്കെ ഉള്ളതുകൊണ്ട്, ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ ആയതുകൊണ്ട്. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങളുടെ ഇവിടെ ഈ വീട്ടിലൊരു പ്രയറുണ്ട്. പിന്നെ മിക്ക ദിവസമൊക്കെ എലഞ്ഞി, പർവ്വത്തിനടുത്ത് എലഞ്ഞിയിൽ വ്യാപാരവൻ്റെ ഹോളിൽ ഒരു കൂട്ടായ്മയുണ്ട്. അത് ഞാൻ പലപ്പോഴും എലഞ്ഞി പോയി ട്രാക്റ്റ് കൊടുത്ത് അവിടെ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോൾ ഒരു ചായ മാത്രം കുടിക്കും. കറക്റ്റ് അന്ന് ബൈക്കോ വണ്ടിയോ ഒന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ ഈ ചായ കുടിക്കുമ്പോൾ ആ ഹോട്ടലുകാരുണ്ട് ചോദിക്കും ഒന്ന് കഴിക്കാത്ത. അപ്പം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചതാ അതുകൊണ്ടാണെന്ന് പറയും. പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു ഞാൻ കൃത്യം വണ്ടിക്കൂലി കൊണ്ടാണ് വരുന്നത്. അന്ന് 8 രൂപയുള്ളൂ ചായക്ക്. അപ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ചായ കുടിക്കുന്നത്. പുള്ളിക്കാരൻ വലിയ മനസ്താപം ഉണ്ടായി. ഇങ്ങനെ പറഞ്ഞു, ഉപദേശിക്ക് ഞാനിവിടെ ഒരു ഓഫീസ് ഉണ്ടാക്കി തരാം, 100 രൂപ വാടകയ്ക്ക്. അങ്ങനെയാണ് വ്യാപാരവൻ്റെ ഹോള് ഒരു ദിവസം 100 രൂപ വാടകയ്ക്ക് അങ്ങനെ തന്ന്. അതൊരു 4-5 വർഷമായി. അതുകൊണ്ട് ഇപ്പം കുറച്ച് പേര് കൂടും. ശരാശരി 10-30 പേര് കൂടി നാളുകളുണ്ട്. എന്നാലിപ്പോൾ ഒരു 10-12 പേര്, 20 പേരൊക്കെ, 15 പേരൊക്കെ കൂടുള്ളൂ. അല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഭവമുണ്ട്. നമ്മുടെ ഈ ആത്മീക മേഖല എന്ന് പറയുന്നൊരു വലിയ ബിസിനസ്സാണ്. ഇപ്പം ഈ ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ വളർന്നു വന്നതോടുകൂടി ഇതൊരു വലിയ പൈസയുടെ ഒരു കളിയാണ്. എന്നാൽ ഈ ഇന്നത്തെ കാലത്ത് ഈ പ്രവാചകന്മാർ, രോഗശാന്തി ശുശ്രൂഷകന്മാർ, വിടുതൽ ശുശ്രൂഷന്മാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. എന്നാൽ സാധാരണക്കാരായ പാസ്റ്റർമാർ ഇന്നും ദാരിദ്ര്യത്തിലാണ്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത പല പാസ്റ്റർമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി പോലും അവരുടെ കയ്യിലില്ല. എന്നാൽ ഈ സുവിശേഷത്തെ അല്ലെങ്കിൽ ഈ മതത്തെ, ഒരു ക്രിസ്തീയ മതത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ ഒരു വിൽപ്പന ചരക്കാക്കിയ ആളുകൾ മാറ്റി ഇതിൻ്റെ അകത്തുനിന്ന് പൈസ കൊയ്യുന്ന ഒരു വലിയ മേഖലയാണ് പ്രവചനം, അതും കാര്യങ്ങളൊക്കെ. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഒരു വിടുതലാണ് പല ആളുകളും. കാരണം രോഗം മാറണം, വീട് വെക്കണം, വണ്ടി മേടിക്കണം, പൈസ ഉണ്ടാക്കണം. എന്നാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ എന്താണ് പാസ്റ്റർ ഇപ്പോൾ ഈ കോട്ടയത്ത് താമസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള സഭകളൊക്കെ പാസ്റ്റർ കാണുന്നുണ്ട്. എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാസ്റ്ററുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? എനിക്ക് മറ്റുള്ള സഭയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവർക്ക് കൊടുത്ത ദർശനം പോലെ. പക്ഷെ എനിക്ക് ഉള്ള എൻ്റെ ചിന്ത, ഞാൻ ഈ ആർപ്പൂക്കര വന്നപ്പോൾ എനിക്കിവിടെ ആരെയും പരിചയമില്ല. എൻ്റെ വൈഫിൻ്റെ നാടാണ്. ഞാൻ ആദ്യം സുവിശേഷ വേലയ്ക്ക് ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ അടുത്ത് ചാലാശ്ശേരി എന്ന് പറഞ്ഞൊരു വീട്ടിൽ ഒരു യാക്കോവ കുടുംബത്തിൽ ഞാൻ ചെല്ലുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു അമ്മച്ചി, കഞ്ഞിക്കുഴി കണ്ണോത്തറ എന്ന് പറഞ്ഞൊരു വീടുണ്ട്. ആ വീട്ടിലൊരു അമ്മച്ചി, അവിടെ അമ്മച്ചിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെന്ന് 2-3 പാട്ട് പാടും. അങ്ങനെ പലപ്പോഴും അവിടുന്ന് ചിലപ്പോൾ ആഹാരം തരും. അങ്ങനെ ഞാനങ്ങ് പോവും. ഒരിക്കൽ ഞാനവിടെ ചെന്ന് പാട്ട് പാടിയപ്പം എന്നോട് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്ന പാട്ട് പാടാൻ പറഞ്ഞു. ഞാനത് ഒന്ന് പാടി. അമ്മച്ചി 2-3 പ്രാവശ്യം എന്നെ കൊണ്ട് പാടിച്ച്. ഞാൻ പാടി, അമ്മച്ചി പറഞ്ഞു എന്നെ കൊണ്ട് കിടത്താൻ പറഞ്ഞു. ചാരിയാണ് ഞാൻ കിടത്തി. അമ്മച്ചി പിന്നെ ആരോടും വേണ്ടിയിട്ടില്ല. അന്ന് വൈകുന്നേരം അമ്മച്ചി മരിച്ചു. ഞാനന്ന് ദിനകരൻ്റെ ഒരു പ്രോഗ്രാമിന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ തേനിക്ക് പോയി. തേനി മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മച്ചി മരിച്ചത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ വന്ന ആൾക്കാരോട് വീട്ടുകാർ പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു ഉപദേശിയുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് അമ്മച്ചിയെ പാട്ട് പാടിച്ചു. മക്കളോട് പോലും അമ്മച്ചി പിന്നെ സംസാരിച്ചിട്ടില്ല. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്നുള്ള പാട്ട് പാടി അമ്മച്ചി എന്ന്. അപ്പം അതെനിക്ക് വലിയൊരു, കാരണം അവർ ഇവിടുത്തെ ജന്മികളായിരുന്നു.
അപ്പോൾ അതൊരു വലിയൊരു പരസ്യമായി. അപ്പോൾ അങ്ങനെ പലരും പിന്നെ വീട്ടിൽ പാട്ട് പാടാനും പറഞ്ഞവരൊന്നും ആരും അങ്ങനെ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടൊന്നുമില്ല. എന്നാലും ഇങ്ങനെ പാട്ട് പാടിക്കാനും കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ചെന്ന് അങ്ങനെ ഈ കുറേ ബന്ധങ്ങളായി. പിന്നെ ആ ബന്ധങ്ങളിൽ ഞാൻ ഇവിടെ മിക്കവാറും ഈ ആർപ്പൂക്കര ഏറ്റവും കൂടുതൽ കൺവെൻഷൻ നടത്തിയിട്ടുള്ള ഞാൻ. ഒരു കൺവെൻഷന് 20 പേര് 15 പേരൊക്കെ കാണുകയുള്ളൂ. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അത്ര ചെറിയ ഒരു ബോക്സ് കൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പം എനിക്ക് 2-3 ബോക്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പ്രവർത്തനം വന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ അതുപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. പിന്നീട് പാസ്റ്ററുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ആളുകളുണ്ടല്ലോ. ഉണ്ട്. അപ്പം അവരെക്കുറിച്ച് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് 1-2 പേരുടെ ആ അനുഭവം ഒന്ന് വിവരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത്ഭുതകരമായി ദൈവം പിടിപ്പിച്ചു എന്ന് പറയാനുള്ള മേഖലകൾ. ഇവിടെ ഇപ്പം അമ്മഞ്ചേരിയിൽ മുകളിൽ ബേബി എന്ന് പറഞ്ഞൊരു കശാപ്പുകാരനുണ്ട്. പുള്ളി കുറുപ്പന്തറ, അമ്മഞ്ചേരി അങ്ങനെ പലതും കശാപ്പ് കടയാണ്. പുള്ളി ഒരു നിത്യ മദ്യപാനിയായിരുന്നു. അപ്പം ഞങ്ങളുടെ സഭയിലുള്ളൊരു സഹോദരി അവരുമായിട്ട് പരിചയമുണ്ട്. അവിടെ പുള്ളിക്കാരി പോയി പ്രാർത്ഥിക്കും. അങ്ങനെ പുള്ളിക്കാരി നിരന്തരമായി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനും എന്നെയും വിളിച്ചു, ഞാനും പോയി പ്രാർത്ഥിച്ചു. ദൈവറിയാൽ പുള്ളിയെ ദൈവം സൗഖ്യമാക്കി. അപ്പം പുള്ളിയാണ് എനിക്ക് രാവിലെ പ്രസംഗിക്കാനുള്ള ഈ ബോക്സ് മേടിച്ച് തന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ സഭയുടെ മെമ്പറുമാണ് അദ്ദേഹം. പുരാതന ഒരു കത്തോലിക്ക കുടുംബത്തിലെ ആളാണ്. അതിലും ഒരു ഭാര്യയും ഭർത്താവും നമ്മുടെ സഭയിലാണ് വരുന്നത്. അവരും പശു കറവയൊക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്നത്. ഇപ്പം അങ്ങനെ കുറേ അനുഭവങ്ങൾ പറയാനുണ്ട്. പലരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. സ്നാനപ്പെടുത്തിയവരെല്ലാം ഞങ്ങളുടെ സഭയിൽ വരണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല. സാഹചര്യം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ഒരുപക്ഷെ ഞങ്ങളുടെ സഭയിലെ സാഹചര്യങ്ങളിൽ വന്ന് ഒതുങ്ങിയിരിക്കാൻ കഴിയാത്തവരുമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവർക്ക് പോകാം. ഞാനൊരു ഈ രക്ഷിക്കപ്പെട്ടവർ ഞങ്ങളുടെ സഭയെ മാത്രമേ വരാവൂ എന്ന് പറയാറില്ല. പിന്നീട് ഈ പരസ്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ചില എതിർപ്പുകളൊക്കെ പാർഷക്കുണ്ടായല്ലോ. ഉണ്ടായിട്ടുണ്ട്. പോലീസൊക്കെ പിടിച്ച ഒരു സന്ദർഭമൊക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഒരു കൺവെൻഷൻ ഇവിടെ ആർപ്പൂക്കര തൊണ്ണൻകുഴി എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്തിയപ്പം പ്രസംഗിച്ച പുള്ളി, ഞാനല്ല പ്രസംഗിച്ച പുള്ളി ഒരു വലുതും പറഞ്ഞതാ. കുറച്ച് കഴിയുമ്പോഴത്തേന് ആൾ കൂടി പോലീസ് വണ്ടി വന്നു. എന്നെ പോലീസ് വണ്ടി കയറ്റിക്കൊണ്ട് വഴി കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് SIക്ക് ഒരു മാനസാന്തരം തോന്നി. പുള്ളി നാളെ രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ ചെന്നു. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. അപ്പം എനിക്ക് റെക്കമെൻഡ് ആരും ദൈവമല്ല ആരുമില്ല. അപ്പോൾ SI എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, അതേ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എഴുതി വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പല വലിയൊരു ചതി എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു പാസ്റ്റർ വിദേശത്തു നിന്ന് പാവപ്പെട്ട ദൈവദാസന്മാരെ സഹായിക്കാൻ കുറേ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരാൾ ഏൽപ്പിച്ചു. അത് എന്നെ വിശ്വാസമുള്ളതുകൊണ്ട് എൻ്റെ പേരിൽ ആ ചെക്ക് എഴുതി എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെക്കൊണ്ട് പാമ്പാടി സ്റ്റേറ്റ് ബാങ്കിൽ ആ ചെക്ക് മാറിച്ചു. അപ്പം എനിക്ക് ഞാൻ നേരത്തെ ഞാൻ സഭയുടെ ചില കാര്യങ്ങൾ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ആ ബാങ്കിലെ മാനേജർക്കൊക്കെ അറിയാമായിരുന്നു. അപ്പം ഞാൻ ചെന്നപ്പോൾ അവരൊന്നും ചോദിച്ചില്ല, ചെക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് എടുത്തു. 1 മാസം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നത് കള്ളച്ചക്കായിരുന്നു. അങ്ങനെ കോട്ടയം ഫസ്റ്റ് ക്ലാസ് കോടതിയിലും ജില്ലാ കോടതിയിലുമായിട്ട് 10 വർഷം കേസ് കളിക്കേണ്ടി വന്നു. 1-ാം പ്രതിയായിരുന്ന എന്നെ അവസാനം കോടതി വെറുതെ വിട്ടു. അങ്ങനെ നമ്മുടെ പാസ്റ്റർമാരിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആരുമായിട്ടും ഒരമിത സ്നേഹത്തിന് പോകാറില്ല. അത് ഒരു പക്ഷേ എനിക്ക് സ്നേഹം കുറഞ്ഞിട്ടായിരിക്കാം, അതെനിക്ക് പ്രശ്നമല്ല. ഒന്ന് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയും. അതെ. അപ്പൊ ഇപ്പോഴത്തെ പാസ്റ്ററുടെ ഈ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പാസ്റ്റർക്ക് ഒരു ആവശ്യകത ഉള്ളത്? എന്തൊക്കെയാണ് ആവശ്യകത? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ശവക്കോട്ടയില്ല, സെല്ലില്ല. ഞങ്ങൾക്കൊരു സഭ 4 സെല്ല് അനുവദിച്ചായിരുന്നു. അതിനകത്തൊരു 3-5 ഡെഡ് ബോഡി അടക്കുകയും ചെയ്തു. എന്നാൽ ആ സഭക്കാർ ഈ അടുത്ത 2 മാസത്തിനകം അവർക്കത് മുന്നോട്ട് തരാൻ പറ്റുകയെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ സഭയിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു നിർവാഹവുമില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. പിന്നെ ഒരു സഭാ ഹോള് മെഡിക്കൽ കോളേജിനടുത്ത് വേണമെന്നൊരാഗ്രഹമുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പല മാസവും ഞാൻ 1-2 പ്രാവശ്യമായിട്ട് വാടക കൊടുക്കും. അതായത് നമുക്ക് ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് ഒരു സഭയുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതായത് ഇപ്പം ഒരു സഭ പണിതിട്ടു, അതൊന്ന് വാർത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലേക്ക് ഒരു 4-5 മുറി പണിതിട്ടാൽ നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വന്ന് അവിടെ താമസിക്കാനും ആശുപത്രി പോകാനും ഒക്കെ ഒരു സൗകര്യമുണ്ട്. ഞാനത് ഒരു 7 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം. അങ്ങനെ ചില സഭകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ,
അത് തിരുവനന്തപുരം മറ്റേ ക്യാൻസർ സെൻ്ററിൻ്റെ അടുത്തായിട്ട് അവർക്കൊരു ഫ്ലാറ്റുണ്ട്. അപ്പം ഞാനൊരിക്കലും അവിടെ പോയതാണ്. അവരൊരു 3-4 മുറി ഇങ്ങനെ പണിതിട്ടേക്കുക. കാരണം അവരുടെ സഭയിലെ വിശ്വാസികൾ ആരെങ്കിലും വന്നാൽ പൈസ കൊടുക്കാതെ താമസിക്കാം. ഇനി എന്തെങ്കിലും വരുന്നവരൊക്കെ എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ട് പോകുള്ളൂ. എന്നാൽ ഇപ്പോൾ സാധാരണക്കാരാർക്കെങ്കിലും വന്ന് സാമ്പത്തികമില്ല, അവർക്ക് മുറിയെടുത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കാം എന്ന് പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ സെൻറ്റ് തോമസ് ഇവാഞ്ചലി ചർച്ച് ഓഫ് ഇന്ത്യ വെല്ലൂർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അവർ ആ അടുത്ത് തന്നെ ഒരു സ്ഥലം മേടിച്ച് അവിടെ ഇതുപോലെ ഒരു ഫ്ലാറ്റ് പണിതിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ സഭകളൊക്കെ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം. ഇപ്പോൾ പാസ്റ്ററെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ചർച്ചുണ്ട്. അവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു ചർച്ച് പണിയുവാണെങ്കിൽ അവിടെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ വരുന്നവർക്കും ആരാധന കൂടാനും പിന്നെ അവർക്ക് താമസിക്കാനും അത്യാവശ്യം അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഒന്ന് അലക്കുവാനും അവർക്കൊന്ന് വിശ്രമിക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു അവസരമാണ്. കാരണം നമ്മുടെ ഒരാൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഫോൺ ചെയ്ത് പറയാം, പാസ്റ്റർ ഇന്ന ഒരാൾ നമ്മുടെ രോഗി വരുന്നുണ്ട്, പാസ്റ്റർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പണം എന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പണം കൊണ്ട് ഒരു ഗുണമില്ലാത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെ, പണം കൊണ്ട് ഒരു ഗുണമില്ലാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പണത്തിൽ ആശ്രയിക്കുക എന്നുള്ളതല്ല, വ്യക്തിബന്ധങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് വിധേനയായാലും, ശാരീരികമായിട്ടാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പാസ്റ്ററെ സംബന്ധിച്ച് പാസ്റ്റർക്ക് ഇപ്പോൾ ഇവിടെ ഈ സഭയിൽ അവിടെ സെമിത്തേരി ഇല്ല, പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു ആരാധനാലയം വേണം. പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് വീടില്ല. ഇപ്പോൾ മക്കളൊക്കെ പഠിച്ചു വരുന്നു, അവർ പഠനത്തിന് ശേഷം അതെന്തെങ്കിലും ഒരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു ഭാവി പരിപാടികൾ എന്താണ്? സുവിശേഷ വേലയിൽ ഇനിയുള്ള ഒരു പ്രവർത്തനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് പാസ്റ്റർ ആഗ്രഹിക്കുന്നത്? എൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ ഇപ്പം പഴയതുപോലെ ഞാൻ ആരോഗ്യത്തിലല്ല. ഇപ്പം 10-30 വർഷമായിട്ട് ഷുഗർ രോഗിയാണ്. പിന്നെ ഇപ്പം ഈ കിഡ്നി ക്രിയാറ്റിൻ വളരെ കൂടുതലായിരുന്നു. അത് ദൈവം കുറച്ചു. അപ്പം ഇങ്ങനെ പോവുകയാണ്. അപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് ചേർന്ന് ചെയ്യാൻ അതിനൊരു കാരണമുണ്ട്. ഞാനൊരിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ഹിന്ദു ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, ക്യാൻസർ രോഗി, അദ്ദേഹത്തിന് ആരുമില്ല, നവജീവൻകാർ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അദ്ദേഹം അവിടെ കഴിയുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചിലപ്പം എൻ്റെ പൈസ അധികമില്ലാത്തതുകൊണ്ട് പേസ്റ്റ്, ബ്രഷ്, സോപ്പ് മേടിച്ചിട്ട് 2-3 കഷ്ണമാക്കി മുറിച്ചിട്ട് തോർത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ എൻ്റെ ഉള്ള പോലെ ചിലപ്പം ഒരു തോർത്ത ഉള്ളതായിരിക്കും, ചിലപ്പോൾ 2 തോർത്ത കണ്ടെന്ന് തോന്നും. അപ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ ഈ മനുഷ്യൻ, ഗോവിന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നുണ്ട് പഴയ ഒരു ഷർട്ടും ഒരു കൈലിയൊക്കെ. ഞാൻ അദ്ദേഹത്തിനൊരു കൈലിയും ഷർട്ടും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ ഷേവ് ചെയ്യാതെ ഇങ്ങനെ വികൃതമായിട്ടിരുന്നു. ഞാൻ അതുപോലെ ഒരു സെറ്റ് മേടിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തെ ഷേവ് ചെയ്തു. അപ്പം പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ മരണത്തിന് അടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വന്നു ഞാൻ ഈ തിരുവല്ലയിലൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ തിരിച്ചു വന്നാൽ ഇദ്ദേഹത്തെ കാണാമെന്ന് ഓർത്ത് ഞാൻ അവിടെ ചെല്ലുമ്പം സിസ്റ്റർമാർ പറഞ്ഞു പുള്ളി മരിച്ചു പോയെന്ന് പറഞ്ഞു. എനിക്കത് വലിയൊരു അവസ്ഥ. പുള്ളിയുടെ അവസാന കാലഘട്ടങ്ങളിൽ പാസ്റ്റർക്ക് ചില ശുശ്രൂഷകൾ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന സുവിശേഷകന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. കാരണം ഈ ആശുപത്രിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ രോഗികളായിട്ട് വരുന്നൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, സാമ്പത്തികപരമായ പ്രതിസന്ധി അനുഭവിക്കുന്നവർ, മറ്റ് പല മേഖലകളിൽ അവർ കഷ്ടത അനുഭവിക്കുന്നവർ. അപ്പോൾ അവരോടൊരു ആശ്വാസവാക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ, അവരുടെ മരണത്തിന് മുമ്പ് അവരെ കർത്താവായ യേശു ക്രിസ്തുവിനിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അവരോട് പറയാൻ കഴിയുന്നെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്ററൊക്കെ ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഇവിടെ ആക്കിയിരിക്കുക പാസ്റ്ററൊക്കെ. കാരണം ഈ ശുശ്രൂഷ ചെയ്യാൻ, ഇനി ഇത് മാത്രമല്ല, ഈ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഈ അവസരം ഉണ്ടെങ്കിലും അതിനൊരു മനസ്സും കൂടെ വേണം. എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പാസ്റ്റർക്ക് പബ്ലിക് അറിയണം, പൊതുജനം അറിയണം എന്ന് പാസ്റ്റർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? അല്ലെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങളൂടെ പറയണമായിരുന്നു, പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വ്യക്തിപരമായ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ സുവിശേഷ വേലയിൽ ഒരു പ്രോത്സാഹനം കിട്ടിയാൽ, കാരണം നമുക്ക് പ്രവർത്തനത്തിന് ഒരു കൈത്താങ്ങലാണ്. അപ്പം ഞാൻ പറയുന്നത്
ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ പാസ്റ്ററുടെ നമ്പർ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ വിളിക്കണം. നിങ്ങൾ ഇവരെ സാമ്പത്തികപരമായി സഹായിക്കണമെന്നല്ല പറഞ്ഞു, നിങ്ങൾ ഇവരെ വിളിച്ച് ഇവരുടെ ക്ഷേമമൊക്കെ എന്ന് അന്വേഷിച്ച് ഇവരെങ്ങനെ ജീവിക്കുന്നു, ഇവരുടെ സുവിശേഷ പ്രവർത്തനം എങ്ങനെയാണ്, ബ്രദറെ പാസ്റ്ററെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയും പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടായ്മ ബന്ധമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. കാരണം ഒരു മനുഷ്യന് നമ്മൾ പൈസ കൊടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം കൊടുത്തോ തൃപ്തനാക്കാൻ സാധ്യമല്ല, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ദൈവം ഒരു വഴി തുറന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലാതെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് ഒരാൾ എന്നോട് ഇപ്രകാരം പറയാനായിട്ട് ഇടയായിത്തീരുന്നു. ഒരു പെൺകുട്ടി താൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവൾ പഠിക്കാൻ നിവൃത്തിയില്ലാതെ പഠിക്കണമെന്ന് അമിതമായി ആഗ്രഹം ഉണ്ടായിരുന്നു. അവളിങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നപ്പോൾ ഒരാൾ 80 ലക്ഷം രൂപ ഈ പെൺകുട്ടിക്ക് പഠനത്തിന് വേണ്ടി ഒരാൾ കൊടുക്കുക. 80 ലക്ഷം രൂപ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അവരുടെ ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു വഴി തുറന്ന് 80 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് കാനഡയിൽ പോയി പഠിക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം ഒരാൾ കൊടുത്തു. അപ്പം ഞാനോ പാസ്റ്ററോ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1000 രൂപ 500 രൂപ 200 രൂപ കൊടുക്കും, ഇതല്ലേ ചെയ്യുന്നത്. പക്ഷേ ദൈവം ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഒരു വഴിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ സഭ ഉണ്ടാകട്ടെ, നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാകട്ടെ, സെമിത്തേരി ഉണ്ടാകട്ടെ. അതുമാത്രമല്ല, പാസ്റ്റർ ഇവിടെ താമസിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളായിട്ടുള്ള വിശ്വാസികൾക്കും മറ്റുള്ളവർക്കും ഒരു വലിയ കൈത്താങ്ങലായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ പാസ്റ്റർ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൃശ്യമാധ്യമത്തിലൂടെ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരുന്നത് അത് പരിചയപ്പെടുത്തുവാനിടയായി. ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ കർത്താവേ നീ അവിടുന്ന് കേട്ടിരിക്കുകയാൽ സ്തോത്രം. നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി, കർത്താവിൻ്റെ വേലയ്ക്കായി ഞങ്ങളാൽ ആവോളം ഓടുവാൻ ആഗ്രഹിക്കുന്നു. ഇല്ലായ്മയിലും കഷ്ടതയിലും നീ ഞങ്ങളെ ജയോത്സവമായി നടത്തി. ഇന്ന് ഈ പകലിൽ പ്രിയ ദൈവദാസന്മാർ ഞങ്ങളുടെ നടുവിൽ കടന്നു വരികയും അവരുടെ ആ സാന്നിധ്യവും സഹകരണവും ഈ ശുശ്രൂഷയിൽ എന്നെ പരിചയപ്പെടുത്തുവാനിടയായത് ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ വേലയ്ക്കായി ഇനിയും ദൈവം തരുന്ന ആയുസ്സിൽ ഓടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, നിഗളിച്ചു പോകാൻ ഇടയാകരുത്. ഒരു താഴ്മയും വിനയവുമുള്ള ഒരു വേലക്കാരനായി നിൽക്കുവാൻ, ദൈവഹിതം പോലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറുവാൻ സഹായിക്കണം. ഇന്ന് ഈ ദൃശ്യമാധ്യമങ്ങളുമായി ഇവിടെ എത്തിയ കർത്താവദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ അവരുടെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം. ഇളയവൻ്റെ ഭവനത്തെ, ഇളയവനെ ഏൽപ്പിച്ച ദൈവസഭയെ, വിശ്വാസ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഈ ദേശത്തെ, ഞങ്ങളുടെ അയൽവാസികളെ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ ദൈവമേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്ത അടിയങ്ങളുടെ ദൃഷ്ടിയിൽ അങ്ങനെ തോന്നുന്ന അനേകരുണ്ട്. അവരോടൊക്കെ ദൈവാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.